ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. കിള്ളിമംഗലത്താണ്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണത്. ഞാനും ആംബ്രു അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അയ്യോ വ്ളോഗ് എടുക്കണ്ടേന്നൊക്കെ ആലോചിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. വഴി നല്ല രീതിക്ക് തെറ്റി ഗൈസ്. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു കേട്ടോ. കാരണം അവർ പറഞ്ഞ വഴി കൂടെ അല്ല നമ്മൾ പോയത്. കുറേ നേരം അവരെ ഫോൺ വിളിച്ചിട്ടും ഞങ്ങൾക്ക് ആ വഴി കാണാനുണ്ടായിരുന്നില്ല. മുന്നേ നമ്മൾ താത്താടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറേ ആയില്ലേ. അപ്പോൾ വഴിയൊന്നും മനസ്സിലാവാണ്ട് കുറേ നേരം നമ്മൾ അവിടെ കിടന്ന് കറങ്ങിയിട്ടാണ്. അങ്ങനെ ഒരുവിധം നമ്മൾ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. എനിക്ക് വീടിൻ്റെ വീഡിയോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല ചൂടും കുറേ പേരുള്ള കാരണം എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വീടൊക്കെ നമ്മൾ നടന്ന് എല്ലാം കണ്ടു. നല്ല അടിപൊളി വീടൊക്കെ തന്നെയായിരുന്നു. ഇവിടെ അവരെ മുന്നേ പഴയ വീടുണ്ടായിരുന്നു കേട്ടോ. അത് പൊളിച്ചിട്ടാണ് ബാക്കിലാണ് പുതിയ വീട് പണിതുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറേ നേരം നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം കുറേ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. നല്ല ഫുഡായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവിടെ എത്തുമ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ തന്നെയായിരുന്നു ലാസ്റ്റ്. പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആംബ്രു അവിടെ എത്തിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ താത്താടെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആംബ്രുവിനെ. ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നിട്ട് ആംബ്രു നീറ്റുണ്ടായിരുന്നില്ല കേട്ടോ. ആംബ്രു സുഖമായിട്ട് ഉറങ്ങായിരുന്നു. കാരണം രാവിലെ അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല മൂപ്പരാൾക്ക്, നമ്മൾ ആ ഒരു തിക്കും തിരക്കും കാരണം. പിന്നെ കുട്ടാപ്പ് വന്നപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. കളിക്കാൻ അവിടെ ഇഷ്ടം പ്രകാരം ആൾക്കാരുണ്ടായിരുന്നു. താത്താടെ കുട്ടികളൊക്കെ ഉള്ള കാരണം നല്ല കളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ രാവിലെ നമുക്ക് പോകുമ്പോൾ ഫുൾ പണി കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സമയം ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് വീടൊന്ന് അടിച്ചു വാരി തുടയ്ക്കാണ്ട്. അപ്പോൾ ഉമ്മ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടാ. ജസ്റ്റ് ഒന്ന് വെറുതെ അടിച്ചു വാരി തുടയ്ക്കാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അത് ചെയ്യാം. നിങ്ങൾക്ക് ആംബ്രൂവിനെ അതിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് കുറച്ച് മുന്നത്തെ വ്ളോഗാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു ആംബ്രൂവിൻ്റെ കളിയായിരുന്നു കേട്ടോ. അവൻ്റെ ആ ഒരു കൊട്ടയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വലിച്ചെറിയുക എന്നുള്ളത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സാപ്പി തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനക്കതിങ്ങനെ എടുത്തിങ്ങനെ എറിയാൻ നല്ല ഇഷ്ടമാണ് ഗൈസ്. അത് എടുത്ത് വെക്കുക, വീണ്ടും അവനത് എറിയുക, വീണ്ടും ഞാൻ എടുത്ത് വെക്കുക. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പണിയുള്ളത്. എന്നിട്ട് എന്നെ കണ്ട ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി ഇതുപോലെയുള്ളതൊക്കെ എടുത്ത് എറിയും കേട്ടോ. ഇതന്നെ ഗൈസ് പണി. എടുത്ത് വെക്കുക, വീണ്ടും അവന് എറിയും, എടുത്ത് വെക്കുക, അവന് വീണ്ടും എറിയും. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ ഈ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് വടക്കാഞ്ചേരി വരെ പോവാണ് കേട്ടോ. നമുക്ക് സേറയിൽ കുറച്ച് വീഡിയോ എടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ് അല്ലേ. സേറയിൽ ബ്രൈഡ്സിന് കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കാനൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ റെൻറ്റിനാണെന്നുണ്ടെങ്കിലും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആംബ്രു ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യത്തിലധികം നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ വർത്താനം പറയാൻ കുറേ പേരുണ്ട്. അപ്പോൾ നല്ല ലേറ്റായി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് മുതൽ നോക്ക്. ഹായ്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയേക്കാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നമ്മളൊരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ആംബ്രുവിന് ഫുഡ് ഉണ്ടാക്കുകയാണ്. ഉമ്മയാണ് ഫുഡ് ഉണ്ടാക്കണത്. എന്താ ഉണ്ടാക്കണത്? കോറയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്കിനി ആംബ്രു, ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പം ഇനി നമുക്ക് അടുത്തൊരു പരിപാടി എന്ന് പറയണത് ആംബ്രുവിന് ഫുഡ് കൊടുക്കലാണ് അല്ലേ ഇന്നുമണി. ആംബ്രുവിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ആംബ്രുവിനെയും ഫ്രഷാക്കി, അതുപോലെ ഞാനും ഫ്രഷായിട്ട് പിന്നെ നമ്മൾ ഇതാ ആംബ്രു ഉറങ്ങോളം ഈ ഒരു കളി തന്നെയാണ് കേട്ടോ. എടുക്കുക, കുത്തിമറിയുക, ഇരുന്ന് കളിക്കുക, അങ്ങോട്ട് പോവുക. ഇത് തന്നെയാണ് അവ ഉറങ്ങോളം. പെട്ടെന്നൊന്നും ഉറങ്ങില്ല കേട്ടോ. കുറേ നേരം കഴിഞ്ഞ് ആൾ നല്ല ടയേർഡായതിന് ശേഷം മാത്രമാണ് ഉറങ്ങുള്ളൂ. ഈ ടൈമിൽ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ആംബ്രു ഉറങ്ങോളം ഈ ഒരു നമ്മൾ അവ ഉറങ്ങോളം ഇരിക്കണം അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ മേത്തുനിന്ന് ഇറങ്ങില്ല കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫോണിലൊന്നും ചെയ്യാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ ഒന്നും സമ്മതിക്കില്ല കേട്ടോ. ഞാൻ ഈ ഒരു വിധേനയാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ആനക്കുട്ടിയുടെ മേലെയാണ് കേട്ടോ കളിക്കണത്. അല്ലെങ്കിൽ ഇത് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇപ്പം ഇന്നെന്തോ അതിലിരുന്ന് കളിക്കണ്ട കേട്ടോ. അപ്പം ഇങ്ങനെ ഇരുന്ന് കളിക്കുക. സാപ്പി ഫുട്ബോൾ കളി കാണാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ആംബ്രു ഉറങ്ങോളം നമുക്ക് ഇനി ഇരുന്ന് ഇങ്ങനെ കളിക്കാം. ഗുഡ് ബോയ് ആണോ നീയേ? നമ്മുടെ ഗുഡ് ബോയ് ആണോ?
കഷ്ടായി. ഓ കഷ്ടായി ഇതോ. ഇനി ഒന്നും കൂടി കൈകൊട്ട്. ഉണ്ണിയല്ലേ കൈകൊട്ടുണ്ണി കൈകൊട്ട്. കൈകൊട്ടുണ്ണി കൈകൊട്ട്. കൈയിട്ട് കൈകൊട്ടുണ്ണി. അങ്ങനെ 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 കൈയിട്ട്. കൈകൊട്ടുണ്ണി കൈകൊട്ട്. കഷ്ടായി. കഷ്ടായിട്ടതോ. കഷ്ടായി. കഷ്ടായി. ഓ കഷ്ടായി. കൈകൊട്ടുണ്ണി കൈകൊട്ട്. പാപ്പം തിന്നാൻ കൈകൊട്ട്. തൊത്ത് മണി കൈകൊട്ട്. കൈകൊട്ടിയ. കൈകൊട്ടുണ്ണി കൈകൊട്ട്. പാപ്പു തിന്നാൻ കൈകൊട്ട്. കഷ്ടായി. കഷ്ടായിട്ടോ. കഷ്ടായി കഷ്ടായി. ഞാൻ പതുക്കെ സംസാരിക്കണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആംബ്ര ഉറങ്ങുകയാണ്. ആംബ്ര ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടാ, കുറച്ച്. അപ്പോൾ സാപ്പി ഫുട്ബോൾ കളി കാണാൻ വേണ്ടി പോയിക്കായിരുന്നു. അപ്പോൾ ഫുട്ബോൾ കളി കഴിഞ്ഞ് വന്നപ്പോൾ പൊറാട്ട വാങ്ങിച്ച് കൊണ്ടിട്ടുണ്ട്. നമുക്കിവിടെ മീൻ കൂട്ടാനാണ് കേട്ടോ ചോറിന്. അപ്പോൾ മീൻ കൂട്ടാനും പൊറോട്ടയും കഴിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ സാപ്പി വരുമ്പോൾ പൊറോട്ട വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് പെപ്സി വാങ്ങാൻ വേണ്ടി പോയിക്കാണ്. ഒന്നല്ലെങ്കിൽ എനിക്ക് ഷുഗർ വരും, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെപ്സി വാങ്ങി നടക്കും. അപ്പോൾ പെപ്സി വാങ്ങാൻ വേണ്ടി പോയിക്കാണ്. ഞാനിപ്പോൾ ഒരു പെപ്സി അഡിക്റ്റഡാണ്. എങ്ങനെ അത് നിർത്തുന്നത് എനിക്കറിയില്ല. കാരണം എനിക്കിപ്പോൾ ഒരു ദിവസം പെപ്സി കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രാന്തിയാവും ഗൈസ്. അപ്പോൾ പെപ്സി വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങാം. പിന്നെ ഞാൻ കുളിച്ചു, അതൊക്കെ ഞാൻ പറയാൻ മറന്നുപോയി. കാരണം ആംബ്രു ഉറങ്ങാൻ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടു കേട്ടോ. കഷ്ടപ്പെട്ടു പറഞ്ഞാൽ അവനിങ്ങനെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടുത്തിങ്ങനെ കിടക്കണം. അപ്പോൾ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞാനും ഒരുവിധം ഉറക്കത്തിലേക്കുള്ളൊരു ഇതാവും. അപ്പോൾ അങ്ങനെ നമുക്കിനി പൊറോട്ട കഴിക്കാം കേട്ടോ. സാപ്പി വന്നിട്ട് സാപ്പി ഇതാ പെപ്സിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഫുഡ് കഴിക്കാം. കുട്ടാപ്പും വരാൻ കേട്ടോ. സാപ്പിയുടെ കൂടെ അവനും കളി കാണാൻ വേണ്ടി പോയിക്കായിരുന്നു. അപ്പോൾ ഞാനും സാപ്പിയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഉമ്മക്ക് ഇടുന്നു കേട്ടോ. ഉമ്മക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതായിരുന്നു ഫുഡൊക്കെ കഴിക്കണം ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ട് ഇനി കിടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നാളെ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.